Hi friends, welcome to Codereka. നമ്മളപ്പോൾ കഴിഞ്ഞ കുറച്ച് ട്യൂട്ടോറിയൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അറേസ് തന്നെയാണ്. അറേസിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അറേ, അതായത് വൺ ഡയമെൻഷണൽ അറേ, അതുപോലെ മൾട്ടി ഡയമെൻഷണൽ അറേ. വൺ ഡയമെൻഷണൽ അറേ നമ്മൾ കവർ ചെയ്തു, അത് ക്രിയേറ്റ് ചെയ്യുന്നതും ഇനിഷ്യലൈസ് ചെയ്യുന്നതും വേരിയബിൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ റിട്രീവ് ചെയ്യുന്നത്. അതുപോലെ മൾട്ടി ഡയമെൻഷണൽ അറേയിൽ നമ്മൾ 2D അറേസിലും ഈ പറഞ്ഞ ക്രിയേഷൻ ഇനിഷ്യലൈസേഷൻ ഒക്കെ കവർ ചെയ്തു. ഈ 3D അറേസ് കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3D അറേയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അനോണിമസ് അറേ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും അനോണിമസ് അറേ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ പറയാം. അനോണിമസ് അറേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ അറേ ഇൻ ജാവ വിത്തൗട്ട് എനി നെയിം ഈസ് നോൺ ആസ് ആൻ അനോണിമസ് അറേ. അതായത് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേക്ക് പേരൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേര് നമ്മൾ കൊടുക്കാതെ ഒരു അറേ നമ്മൾ എഴുതുന്നതിനാണ് നമ്മൾ അനോണിമസ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറേയുടെ ആവശ്യം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ആ അറേ നമുക്ക് വീണ്ടും ഒരു യൂസേജ് വരുന്നില്ല, ഒരു വൺ ടൈം യൂസിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു അറേ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അനോണിമസ് അറേ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരും അഡ്രസ്സും ഒന്നും നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമില്ല. അതാണെങ്കിൽ ഒറ്റ തവണ ഒരു സിംഗിൾ യൂസേജിന് വേണ്ടിയിട്ട് നമുക്കൊരു അറേ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അനോണിമസ് അറേ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു വൺ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുക? ഇപ്പോൾ അതൊരു ഇൻറ്റിജർ അറേ ആണെങ്കിൽ ഒരു സിംഗിൾ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കും അല്ലേ, എന്നിട്ട് എന്തെങ്കിലും നമ്മളൊരു പേര് കൊടുക്കും. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിന് മുന്നേ ന്യൂ ഇൻഡോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ് പറഞ്ഞു കൊടുക്കും. സൈസ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എലമെന്റ് നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു വൺ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ. ഇനി നിങ്ങളതൊരു 2 ഡയമെൻഷണൽ അറേ ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുക? 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ ഇനി ഒരു സെറ്റ് ഓഫ് എലമെന്റ് കൂടെ കാണും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സെറ്റ് ഓഫ് എലമെന്റ് കൂടി കൊടുക്കാം. ഇവിടെ 20, 40, 90 എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു 2D അറേ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ 2D അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന് പകരം അവിടെ 2 സ്ക്വയർ ബ്രാക്കറ്റ് വരും, 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട്. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്കൊരു ക്യാരക്ടർ അറേയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുക? ക്യാർ കൊടുക്കും, എന്നിട്ട് ഒരു പേരെന്തെങ്കിലും കൊടുക്കും അല്ലേ, എന്നിട്ട് ന്യൂ ക്യാർ കൊടുക്കും, എന്നിട്ട് ഇതിനകത്ത് എത്രയാണ് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ക്യാരക്ടേഴ്സ് അല്ലേ കൊടുക്കുന്നത്, അപ്പം നമ്മൾ സിംഗിൾ കോട്ടിൽ കൊടുക്കണം. എ കൊടുക്കുക, ബി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് സെമി കോളൻ ഇടുക. ഇങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡിക്ലറേഷൻ അല്ലേ. ഇനിയിപ്പം ഞാനിത് അൺഡു ചെയ്യാണ്. എൻ്റെ ഇൻറ്റിജർ അറേ തന്നെ ഞാൻ കൊടുക്കുകയാണ്, എൻ്റെ വൺ ഡയമെൻഷണൽ ഇൻറ്റിജർ അറേ. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നുകൂടി അനോണിമസ് അറേ കാണിക്കാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നാം. അപ്പോൾ ഇതാകുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നല്ലേ പറഞ്ഞത്, വൺ ഡയമെൻഷണൽ അറേ. ഇപ്പം ഞാനിവിടെ 10, 20 കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അനോണിമസ് അറേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അറേക്ക് ഒരു പേര് കാണില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ ഈക്വൽ ടുവിന് മുമ്പുള്ള ഈക്വൽ ടു ഉൾപ്പെടെ ഈ ലെഫ്റ്റ് സൈഡ് പാർട്ട് അങ്ങ് പോകും. ഇതിനാണ് ഒരു അനോണിമസ് അറേ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ന്യൂ ഇൻഡ് ഓഫ് എന്ന് നമ്മൾ കൊടുക്കുന്നത് ഒരു വേരിയബിൾ നെയിം കൂടെ കൊടുക്കേണ്ടപ്പോഴല്ലേ. അപ്പം നമുക്ക് പേരില്ലാത്തൊരു അറേയാണ് അനോണിമസ് അറേ. അപ്പം നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ട് മാത്രമായിരിക്കും. മനസ്സിലായല്ലോ? ഈ അനോണിമസ് അറേയുടെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരാളുടെ അഡ്രസ്സ് നമ്മൾ അന്വേഷിച്ച് പോവാണ്. അപ്പം നമ്മുടെ കയ്യിൽ അവരുടെ അഡ്രസ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു അൺനോൺ പേഴ്സണോട്, അവിടെ കാണുന്ന ഒരാളോട് നമ്മൾ വഴി ചോദിക്കുക അല്ലേ. അവർ നമുക്ക് അഡ്രസ്സ് കാണിച്ചു തരും. അതൊരു അൺനോൺ പേഴ്സൺ ആയിരിക്കും. അപ്പം നമുക്ക് അൺനോൺ പേഴ്സന്റെ പേരോ ഫോൺ നമ്പറോ അവരുടെ അഡ്രസ്സോ ഒന്നും ചോദിച്ചു നോക്കേണ്ട കാര്യമില്ല. അവർ ആ അഡ്രസ്സ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ ടാസ്ക് കഴിഞ്ഞു. ഇടയിൽ വന്ന ആളുടെ പേരും അഡ്രസ്സും ഒന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെ അനോണിമസ് അറേയിലും നമുക്കറിയാം ആ അറേ ഒന്നിൽ കൂടുതൽ തവണ അതിന്റെ യൂസേജ് വരില്ല എന്ന്. അപ്പൊ പിന്നെ അതിന്റെ നെയിമോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ഡിഫറൻസ് ചോദിച്ചാൽ ഈ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണ് നമ്മൾ അനോണിമസ് അറേ യൂസ് ചെയ്യുന്നതെന്ന്. അതായത് നമുക്ക് അത് വീണ്ടും ആ അറേയുടെ ഒരു യൂസേജ് വരുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അനോണിമസ് അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്രിയേഷനും ഞാൻ മുമ്പേ അറേയുടെ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യാൻ ഒരു സ്റ്റെപ്പ്, ഇനിഷ്യലൈസ് ചെയ്യാൻ ഒരു സ്റ്റെപ്പ്, അങ്ങനെ പല പല സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ അനോണിമസ് അറേയുടെ കേസ് വരുമ്പോൾ നമ്മൾക്ക് ക്രിയേഷൻ, ഇനിഷ്യലൈസേഷൻ അതെല്ലാം ഒറ്റ സ്റ്റെപ്പിലായിരിക്കും. പല പല സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാറില്ല. കാരണം എന്താ, വൺ ടൈം യൂസേജ് അല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് വൺ ഡയമെൻഷണൽ അറേയോ മൾട്ടി ഡയമെൻഷണൽ അറേയോ ക്യാരക്ടർ അറേയോ എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് അനോണിമസ് അറേ എന്ന് പറയുമ്പോൾ ഇന്റിജർ അറേ മാത്രമായിരിക്കണം എന്നില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ അനോണിമസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഞാനിത് കൂടാതെ ഇപ്പൊ ഞാൻ എന്റെ വൺ ഡയമെൻഷണൽ അറേയിലെ എലമെന്റ്സിന്റെ സം കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റാറ്റിക് വോയിഡ് സം. സ്റ്റാറ്റിക് മെത്തേഡിന്റെ യൂസേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ക്ലാസ് ഡോട്ട് മെത്തേഡ് എന്ന് കോൾ ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് സ്റ്റാറ്റിക് മെത്തേഡിന്റെ യൂസ്. അപ്പൊ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, സം ഈക്വൽ ടു 0. ഓക്കെ, ഡിക്ലെയർ ചെയ്തു. ഇനി എന്താണ്, ഇപ്പോ ഇത് നമ്മളൊരു സ്റ്റാറ്റിക് മെത്തേഡിനെ കോൾ ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ ക്ലാസ് നെയിം ഡോട്ട് സം ഇങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ, ഇനി സമ്മിനകത്ത് എനിക്ക് സം കാണേണ്ട എലമെന്റ്സ് ഞാൻ പാസ് ചെയ്യാണ്. അപ്പൊ എന്റേത് ഒരു വൺ ഡയമെൻഷണൽ അറേ ആണ്. അപ്പൊ ഞാനൊരു അനോണിമസ് അറേ. അപ്പൊ എനിക്കിത് ജസ്റ്റ് ഈ എലമെന്റിന്റെ സം കാണുക എന്നൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ യൂസേജേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇനി ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു അനോണിമസ് അറേ യൂസ് ചെയ്യാം അല്ലെ. സം കാണുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്കൊരു അനോണിമസ് അറേ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ കൊടുക്കുകയാണ് ന്യൂ ഇൻറ്റ് ഓഫ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്രിയേഷനും ഇനിഷ്യലൈസേഷനും ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്ന്. കൊടുത്തിട്ട് എനിക്ക് പാസ് ചെയ്യേണ്ട എലമെന്റ്സ് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ കൊടുത്തു 10, 20, 30. എൻ്റെ ഒരു വണ്ടി അറയാണ്. ഓക്കെ, ഇത് ഞാൻ പാസ് ചെയ്തു. ഇനിയിപ്പോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സം എന്ന് പറഞ്ഞ മെത്തേഡിൽ വരും. അപ്പൊ സം എന്ന് പറയുന്ന മെത്തേഡിൽ വരുന്നത് എന്താണ്, അത് നമ്മൾ ഇവിടെ കൊടുക്കണം അല്ലെ. അപ്പൊ സം എന്ന് പറഞ്ഞ മെത്തേഡിൽ വരുന്ന പാരാമീറ്റർ എന്താണ്, അതൊരു വൺ ഡയമെൻഷണൽ അറേയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേ നെയിം ഡിക്ലെയർ ചെയ്യും, അതിനകത്തോട്ട് എലമെന്റ്സ് അലോക്കേറ്റ് ചെയ്യും, എന്നിട്ട് പാസ് ചെയ്യും. ഇവിടെ ആ ആവശ്യമൊന്നുമില്ല. നമുക്ക് സം കാണുക എന്നുള്ള ടാസ്ക് മാത്രം ഉള്ളതുകൊണ്ട് നമുക്കൊരു അനോണിമസ് അറേ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഈ എലമെന്റിന്റെ സം കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു അറേയിലെ എലമെന്റ് ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പും യൂസ് ചെയ്യാം, ഫോർ ഈച്ചും യൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഫോർ ഈച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോർ ഈച്ച് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇന്റ്, ഇപ്പൊ എന്റെ ഇന്റിജർ അറേ അല്ലേ, എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, എന്നിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞ അറേ, പാസ് ചെയ്ത് വന്ന അറേ, അതിന്റെ പേരെന്താണ്, എന്നോ കൊടുക്കുക. എന്നിട്ട് ഫോർ ഈച്ച് എന്ന് പറയുന്നത് ഫോർ ലൂപ്പിനേക്കാളും സിമ്പിൾ ആണ്. അതായത് ഫോർ ഈച്ച് കൊടുക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത്, നമ്മുടെ ഡേറ്റ ടൈപ്പ് എന്താണോ, എന്ത് ടൈപ്പ് എലമെന്റ് ആണോ വരുന്നത് അതിനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, കോളൻ കൊടുക്കുക, എന്നിട്ട് അറേ നെയിം കൊടുക്കുക. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐട്രേഷനിലും ഇതിനകത്തെ ഓരോ എലമെന്റ് ഈ ഐയിലേക്ക് പാസ്സാവും. ഓക്കെ, ഇനി നമുക്ക് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുത്താൽ മതി. ഇതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ അറേ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനകത്ത് 10, 20, 30 കാണും അല്ലെ. അപ്പൊ ആദ്യത്തെ എലമെന്റ് 10 വരും. അപ്പൊ സം ആദ്യം 0 ആണല്ലോ. അപ്പൊ എന്ത് പറ്റും, 0 പ്ലസ് 10. അപ്പൊ എത്ര വരും, 10 ആവും. ഈ നെക്സ്റ്റ് ഐട്രേഷനിൽ രണ്ടാമത്തെ എലമെന്റ് 20 ഐയിലേക്കാവും. അപ്പൊ എന്ത് പറ്റും, ഓൾറെഡി 10 ഉണ്ട്, 10 പ്ലസ് 20, 20ഉം 10ഉം എത്രയാണ്, 30. അപ്പൊ സം 30 ആവും. ഓക്കെ, നെക്സ്റ്റ് ഐട്രേഷനിൽ 30 വരും, 30 ഈ ഐയിൽ വരും, ഓൾറെഡി 30 ഉണ്ട്. അപ്പൊ 30 ആവുമ്പോൾ 60 വരും. ഓക്കെ, ഇനി നമുക്കിപ്പോ ഈ സം ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ സിസ് ഔട്ട് നമുക്ക് സം പ്രിന്റ് ചെയ്യുമ്പോൾ 60 വരും. ഇപ്പോ 60 മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മളൊരു അനോണിമസ് അറേ യൂസ് ചെയ്തിട്ട് ഒരു 1D ഇന്റിജർ അറേയുടെ സം കാണുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ മൾട്ടി ഡയമെൻഷണൽ അറേയുടെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇപ്പോ 2 സ്ക്വയർ ബ്രാക്കറ്റ് വരും അല്ലെ, 2 സ്ക്വയർ ബ്രാക്കറ്റ് വന്നു. ഇപ്പോ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെറ്റ് കൂടെ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു സെറ്റ് കൂടെ ഞാൻ കൊടുക്കുകയാണ്, അവിടെ കോമ ഇട്ടു. നെക്സ്റ്റ് വേറൊരു സെറ്റ് 10, 20. ഓക്കെ, കൊടുത്തു. ഇനി ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്, ഇതാ കൊടുത്തു.
ഇവിടെ എറർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു 1D അറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അപ്പം 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പൊ ഇവിടെ 2D അറേ ആയി. ഇപ്പൊ 2D അറേ ഐട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1D അറയാണ് ഐട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫോർ ഈച്ച് മതി. 2D അറയാണ് ഐട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ 2 ലൂപ്പ് വേണം. കാരണം എന്താണ്, ആദ്യത്തെ ഐട്രേഷനിൽ ആദ്യം അതിനെ ഒരു 1D അറേ ആക്കി എടുക്കും, എന്നിട്ട് വീണ്ടും ഐട്രേഷൻ നടത്തണം അല്ലെ. അപ്പൊ ഇതെന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിത് കളയാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ലൂപ്പ് കൊടുക്കും, എന്നിട്ട് അതിനകത്ത് ഒരു 1 ഡയമെൻഷണൽ അറേ കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിനകത്ത് പേര് ഇന്റ് എ എന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഐ എന്ന് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് എന്ത് വരും, എന്നോ എന്ന് പറഞ്ഞ അറേ വരും അല്ലെ. ഇനി ഇതിനകത്തുനിന്ന് വേണം ഓരോ എലമെന്റും എടുക്കാൻ, ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇന്റ് ഐ കൊടുത്തു. ഇതിനകത്തോട്ട് വരുന്ന എന്താണ്, ഈ ഐ. ഓക്കെ, ഇനി നമ്മൾ സം ചെയ്തതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്താൽ മതി. സം ഈക്വൽ ടു സം പ്ലസ് ഐ, ഇങ്ങനെ കൊടുത്തിട്ട് സം കണ്ടാൽ മതി. ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഒരു 2 ഡയമെൻഷണൽ അറേ അല്ലേ പാസ് ചെയ്തത്. ഇത്ര എലമെന്റ് ആണ് ഈ എന്നോയ്ക്കകത്ത് വരുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ സെറ്റിന്റെ സം കാണണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സെറ്റ് ഒരു 1D അറേ ആക്കി വെച്ചു. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത്രയും എലമെന്റ് ഈ ഐക്കകത്ത് വരും, അതായത് 10ഉം 20ഉം 30. ഇനി അതിന്റെ അകത്തുനിന്ന് അതായത് ഇവിടെ ആദ്യം വരുന്നത് 10ഉം 20ഉം 30 ഈ സെറ്റ് ആയിരിക്കും അല്ലെ. ഓരോ സെറ്റ് ബൈ സെറ്റ് ആയിട്ട് വേണമല്ലോ നമ്മൾ എടുക്കാൻ. ഇനി എന്താണ്, ഈ ഐക്കകത്ത് ഈ എലമെന്റ് ഉണ്ട്, ഇനി അതിനകത്തുനിന്ന് ഓരോ എലമെന്റ് എടുക്കണം. അപ്പൊ എന്താണ്, ഫസ്റ്റ് ഐട്രേഷനിൽ ഇവിടെ 10 വരും. അപ്പോൾ 0 + 10 എന്ന് പറയുന്നത് എന്താണ്, ആദ്യ സം എന്ന് പറയുന്നത് 10 വന്നു. നെക്സ്റ്റ് എത്രയാണ്, 20 വരും അല്ലെ. അപ്പോൾ 10ഉം 20ഉം എന്ന് പറയുമ്പോൾ ഇവിടെ 30 വരും. നെക്സ്റ്റ് വീണ്ടും 30 വരും അല്ലെ. അപ്പൊ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് മൂന്നാമത്തെ തവണ 30 ആയിരിക്കും. ഇവിടെ 30 ചെയ്യുമ്പോൾ 60 വന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് സെറ്റ് എടുത്ത് നോക്കും. അപ്പൊ എന്ത് പറ്റും, 10ഉം 20ഉം ആയിരിക്കും വരുന്നത്. ഇനി ഇതിനെ ഐട്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ സം കാണും, മനസ്സിലായല്ലോ. അപ്പൊ നെക്സ്റ്റ് ഈ വരുന്ന എലമെന്റ് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് അങ്ങനെ പോകും, മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ ഐട്രേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ 90 വന്നു, മനസ്സിലായല്ലോ. ഇനിയിപ്പൊ നിങ്ങളൊരു 3D അറേയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ 1D അറേ ആകുമ്പോൾ ഒരു ഫോർ ഈച്ചിന്റെ ആവശ്യമുള്ളൂ. 2D അറേ ആയതുകൊണ്ട് 2 ഫോർ ഈച്ച് വന്നു. 3D അറേ ആണെങ്കിൽ ഇതിന്റെ പുറത്ത് ഒരു ഫോർ ഈച്ച് കൂടെ വരും, മനസ്സിലായല്ലോ. ആദ്യത്തേനെ എടുക്കാൻ അങ്ങനെ 3 ഐട്രേഷൻ വരും, മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മുടെ അനോണിമസ് അറേ എന്ന് പറയുന്നത്. അപ്പൊ അത് അനോണിമസ് അറേയുടെ സിന്റാക്സ് ഇങ്ങനെയാണ്. നമ്മൾ ന്യൂ കൊടുത്തിട്ട് ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കുക. ഇൻറ്റിജർ എങ്കിൽ ഇൻറ്റിജർ, ക്യാർ എങ്കിൽ ക്യാർ, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് കേളി ബ്രാക്കറ്റിനകത്ത് നമ്മൾ പാസ് ചെയ്യേണ്ട എലമെന്റ്സ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുക. അതിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻറ്റിജർ അറേ, ഇതൊരു 1D അറേ ആയതുകൊണ്ട് നമ്മൾ ന്യൂ ഇൻഡോ 1D അറേയുടെ എക്സാമ്പിളും ക്യാരക്ടർ അറേ ഞാൻ കാണിച്ചു, രണ്ടാമത്തെ ക്യാരക്ടർ അറേ. ഇനി ഇതാ മൾട്ടി ഡയമെൻഷണൽ അറേ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ സ്ട്രിംഗ് അറേ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം, അനോണിമസ് സ്ട്രിംഗ് അറേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻറ്റിജർ മാത്രമല്ല ക്യാരക്ടറോ സ്ട്രിങ്ങോ മൾട്ടി ഡയമെൻഷണൽ, അതായത് ഇപ്പൊ 2D അറേയോ 3D അറേയോ എന്ത് വേണമെങ്കിലും നമുക്ക് അനോണിമസ് ആയിട്ട് പാസ് ചെയ്യാം. അപ്പൊ അനോണിമസ് അറേയുടെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സിംഗിൾ യൂസിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അനോണിമസ് അറേ ആയിട്ട് പാസ് ചെയ്താൽ മതി. അപ്പോൾ ഈ അനോണിമസ് അറേയുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. അനോണിമസ് അറേ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ആൻ അറേ വിത്ത് നോ നെയിം, പേരില്ലാത്ത ഒരു അറേയാണ് നമ്മൾ അനോണിമസ് അറേ എന്ന് പറയുന്നത്. അതിന്റെ ക്രിയേഷനും ഇനിഷ്യലൈസേഷനും സിംഗിൾ ലൈനിലായിരിക്കും, അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആയിരിക്കാം, മൾട്ടി ഡയമെൻഷണൽ അറേ ആയിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലായല്ലോ. ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. ഇനി നമുക്ക് ഇത് ഒരു മെത്തേഡിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഇപ്പൊ നമ്മുടെ സം എന്ന് പറഞ്ഞ മെത്തേഡിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ടാണല്ലോ യൂസ് ചെയ്തത്. ഇത്രയാണ് അനോണിമസ് അറേ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.